ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല. അതായത് JJP-യുടെയും INLD-യുടെയും ആപ്പിന്റെയും സാന്നിധ്യം ഹരിയാനയിൽ ഇതുവരെ വന്നിട്ടില്ല. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണെങ്കിൽ ഈ മൂന്ന് പാർട്ടികൾക്കും സീറ്റ് കിട്ടുകയില്ല. അവിടെ കോൺഗ്രസിലേക്ക് തന്നെ ഈ വോട്ടുകൾ കേന്ദ്രീകരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോയ BJP-യുമായി കൈകോർത്ത് സർക്കാർ രൂപീകരിച്ച JJP ഇപ്പോൾ ചിത്രത്തിലില്ല. വലിയ സാധ്യത അവിടെ കാണുന്നുമില്ല. കാരണം BJP-യുമായിട്ട് കൈകോർത്ത് നിന്ന സമയത്താണ് JJP-ക്ക് അത്രയും സീറ്റുകളെങ്കിലും കിട്ടുവാനുള്ള സാധ്യത വന്നത്. പക്ഷെ ഇപ്പോൾ JJP ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ്. INLD പോലും കഴിഞ്ഞ തവണ 2% വോട്ടാണ് കിട്ടിയത്. അവർക്കത് 10-ൽ കൂടുതലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും ഹരിയാനയിൽ കൃത്യമായി ഭരണവിരുദ്ധ വികാരത്തിന്റെ ആദ്യ സൂചന BJP-ക്കെതിരായുള്ള ജനവിധിയാണ് ഹരിയാനയിൽ എന്നുള്ളതിന്റെ ആദ്യ സൂചന വരുന്നു. 11 സീറ്റുകളിൽ കോൺഗ്രസ് ഹരിയാനയിൽ ലീഡ് ചെയ്യുകയാണ്. ആദ്യ മണിക്കൂറിൽ BJP 6 സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ ജമ്മു കാശ്മീരിലും ഇന്ത്യ സഖ്യം എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല എങ്കിലും കോൺഗ്രസും NC-യും തമ്മിലുള്ള സഖ്യം 9 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. BJP 5 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. 5 സീറ്റും ജമ്മു മേഖലയിലാണ്. മറ്റുള്ളവർ 2 സീറ്റിൽ, PDP 1 സീറ്റിൽ, മറ്റുള്ളവർ 2 എന്ന് പറയുന്നത് അത് സ്വതന്ത്രരാണ് ലീഡ് ചെയ്യുന്നത്. PDP 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്, അത് കാശ്മീർ മേഖലയിലാണ്. BJP 5 ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് NC സഖ്യം 9 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഹരിയാനയിൽ ലീഡ് വീണ്ടും കൂടിയിരിക്കുകയാണ്. കോൺഗ്രസ് 15ലേക്ക് എത്തി നിൽക്കുന്നു. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ, പ്രവചനങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് ഇതാ പോവുകയാണ് ഹരിയാന. കൃത്യം ഇരട്ടി സീറ്റുകൾ. ഇപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ BJP-ക്ക് എത്രയാണോ സീറ്റുകൾ അതിന്റെ ഇരട്ടിയിലധികം സീറ്റുകൾ കോൺഗ്രസിന് നേടാൻ സാധിച്ചിരിക്കുന്നു, ലീഡ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. BJP കേവലം 7 സീറ്റുകളിലേക്ക് ഭരണത്തിലിരിക്കുന്ന, തുടർച്ചയായി 2 തവണ ഭരണത്തിലേറിയ BJP-ക്ക് ഇത്തവണ കാലിടറുന്നു ഹരിയാനയിൽ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതീക്ഷകാര്യമാണ്. BJP പോലും വെളിയിൽ ആത്മവിശ്വാസം പറയുന്നുണ്ടെങ്കിൽ പോലും ഹരിയാനയിൽ തോൽക്കാൻ പോകുന്നു എന്നുള്ള പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു. കാരണം പ്രധാനമന്ത്രി ഇത്രയും കുറച്ച് റാലികളിൽ പങ്കെടുത്തത് സമീപകാലത്ത് ആദ്യമാണ്. ഏറ്റവും കൂടുതൽ റാലികളിൽ പങ്കെടുത്തത് രാഹുൽ ഗാന്ധി ആയിരുന്നു ഹരിയാനയിൽ. മോദി വളരെ കുറച്ച് റാലികളിൽ മാത്രമാണ് പങ്കെടുത്തത്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം അത് അവിടെ ഉണ്ട് എന്നുള്ളത് BJP-ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ മുഖ്യമന്ത്രിയെ മാറ്റിപ്പോലും പരീക്ഷിച്ചത്. പക്ഷേ അതും ഗുണം ചെയ്തിട്ടില്ല. ഗുസ്തി താരങ്ങളുടെ ഒരു വലിയ ഇഷ്യൂ അവിടെ നിലനിൽക്കുകയാണ്. വിനേഷ് ഫോഗട്ട് ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ്. വിനേഷ് ഫോഗട്ട് ലീഡ് ചെയ്യുകയാണ്. ജുലാൻ മണ്ഡലത്തിൽ നമ്മൾ ആവർത്തിച്ച് സൂചിപ്പിച്ചതാണ്. ഒളിമ്പിക്സിൽ പരാജയപ്പെട്ടുവെങ്കിലും ഇവിടെ എതിരാളിയെ മലർത്തിയടിക്കുമോ വിനേഷ് ഫോഗട്ട് എന്ന് എല്ലാവരും ഉറ്റുനോക്കുമ്പോൾ ആദ്യ ഫലസൂചനകളിൽ വിനേഷ് ഫോഗട്ട് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ജമ്മു കാശ്മീരിൽ 10 സീറ്റുകളിലേക്ക് കോൺഗ്രസ് NC സഖ്യം, 17 സീറ്റുകളിൽ ഹരിയാനയിൽ ഇപ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ്. 8 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുകയാണ്. നേരിട്ട്